ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു സ്കൂൾ ലൈഫ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ് ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്ന് പറയുന്ന ഒരു പോയമാണ്. ഈ പോയം എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പോയം അബൌട്ട് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ്. ലെറ്റ് us read it. നമ്മുടെ ലോകത്തിനെ വിസ്മയത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടിയും നോക്കിക്കാണുന്ന ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് പഠിക്കാം. And in wonder and amazement I sing by Rabindranath Tagore. The sky is full of sun and stars, the universe is full of life. Among all these I have found a place, and in wonder and amazement I sing. The sky is full of sun and stars. ആകാശം മുഴുവൻ സൂര്യനെയും നക്ഷത്രങ്ങളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആകാശം മുഴുവൻ സൂര്യനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൂര്യനല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാ സൂര്യനെ കൊണ്ട് നിറയാ? അവിടെ ഉദ്ദേശിക്കുന്നത് സൂര്യൻ്റെ വെളിച്ചമാണ്. അതായത് ആകാശം മുഴുവൻ സൂര്യൻ്റെ വെളിച്ചവും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. ഈ പ്രപഞ്ചം മുഴുവനും ജീവനാണ്. എമോങ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്. ഇതിനെല്ലാത്തിനും ഇടയിൽ ഞാനൊരു സ്ഥലം കണ്ടെത്തി. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ അത്ഭുതത്തോടു കൂടിയും വിസ്മയത്തോടു കൂടിയും ഒരു പാട്ട് പാടുകയാണ്. അപ്പോൾ കവിത ആരംഭിക്കുന്ന ആദ്യത്തെ സ്റ്റാൻസിൽ തന്നെ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന കവിക്ക് പ്രകൃതിയോടുള്ള ആ ഒരു മനോഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ആകാശം മുഴുവൻ, അതായത് സൂര്യവെളിച്ചവും നക്ഷത്രവും ഒക്കെ നിറഞ്ഞ ആ ഒരു മനോഹരമായ ദൃശ്യം ആസ്വദിച്ച് ഈ ലോകം മുഴുവൻ ജീവനാണ് എന്ന് പറയുന്നത്. അതായത് അത്രത്തോളം സൗന്ദര്യമാണ് ഈ ലോകത്തിന്. സൂര്യൻ്റെ വെളിച്ചവും നക്ഷത്രവും ഒക്കെ ചേർന്ന ആ ഒരു മനോഹരമായ ആകാശത്തിൻ്റെ ദൃശ്യമൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുക. നമ്മുടെ കവിയും അതൊക്കെ ഇങ്ങനെ കണ്ട് ഈ ലോകം മുഴുവൻ ജീവനാണെന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കി. അതിനിടയ്ക്ക് അദ്ദേഹത്തിനൊരു സ്ഥലം കിട്ടി എന്ന സന്തോഷത്തിലിരുന്നുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഇനി പാടാൻ പോകുന്നത്. ദ വേൾഡ് ഈസ് swayed by eternity's rushing tide, rising and fall. ഈ ലോകം ആടി ഉലയുകയാണ്. swayed എന്ന് പറഞ്ഞാൽ ആടി ഉലയുക എന്നാണ്. ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്. ഇനി എങ്ങനെയാണ് ഈ ലോകം ആടി ഉലയുന്നത്? അനന്തതയുടെ ശക്തമായ തിരമാലകളടിച്ച്. Rising and falling, I have felt its tug in my blood, racing through my veins. ഈ ശക്തമായ തിരമാലകൾ എങ്ങനെയാണ്? റൈസിങ് ആൻഡ് ഫാളിങ്, അത് ഉയർന്ന് താഴുകയാണ്. അതായത് ശക്തമായ തിരമാലകൾ ഉയർന്ന് താഴുന്നത് വഴി അതിൻ്റെ ശക്തിയാൽ ലോകം ആടി ഉലയുകയാണ്. ഇനി ഇതെന്തിൻ്റെ തിരമാലകളാണ്? ഇത് അനന്തതയുടെ, സമയത്തിൻ്റെ തിരമാലകളാണ്. അപ്പോൾ ലോകം ആടി ഉലയുന്നതിൻ്റെ ആ ഒരു ശക്തി എനിക്കെൻ്റെ രക്തത്തിൽ അറിയാൻ സാധിച്ചു എന്നാണ് കവി പറയുന്നത്. തഗ് എന്നതുകൊണ്ട് ഈ കവിതയിൽ ഉദ്ദേശിക്കുന്നത് ശക്തിയാണ്. അതായത് ഈ പറയുന്ന തിരമാലകളുടെ ശക്തി എനിക്കെൻ്റെ രക്തത്തിൽ അറിയാൻ സാധിച്ചു. അതെൻ്റെ വെയിൻസ്, അതെൻ്റെ ഞരമ്പുകളിലൂടെ ഒഴുകുകയാണ്, അല്ലെങ്കിൽ കുതിക്കുകയാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? വീണ്ടും അത്ഭുതത്തോടു കൂടിയും വിസ്മയത്തോടു കൂടിയും അദ്ദേഹം പാടുകയാണ്. While walking in the woodlands with my feet, I have touched the blades of grass. വുഡ്ലാൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറസ്റ്റ്, കാടുകളെയാണ്. അതായത് ഞാൻ കാടുകളിലൂടെ നടന്നപ്പോൾ ഞാൻ എൻ്റെ കാൽപാദം കൊണ്ട് പുല്ലിനെ സ്പർശിച്ചു. അതായത് അദ്ദേഹം കാലിൽ ചെരുപ്പൊന്നും ഇടാതെ നഗ്നപാതനായി എന്ത് ചെയ്യണം? കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ പുല്ലിൻ്റെ കൂർത്ത അഗ്രം അദ്ദേഹത്തിൻ്റെ കാലിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മൃദുവായി തൊടുന്നു, അല്ലെങ്കിൽ തട്ടുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ I have been startled by the flowers' fragrance. They have all maddened my mind. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ എന്ത് കൊണ്ടാണ് അദ്ദേഹം ഞെട്ടിയത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെ ഞെട്ടിച്ചത് പൂക്കളുടെ സുഗന്ധമാണ്. ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ മണം. അതായത് പൂക്കളുടെ സുഗന്ധം അടിച്ച്, അല്ലെങ്കിൽ പൂക്കളുടെ ആ ഒരു സുഗന്ധം മണത്ത് ഞാൻ ഞെട്ടി. They have all maddened my mind. അതെൻ്റെ മനസ്സിനെ വല്ലാണ്ട് ഭ്രാന്ത് പിടിപ്പിക്കുന്നു. The gift of gladness and joy. സന്തോഷത്തിൻ്റെ, അതിഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മാനങ്ങൾ. ആർ സ്ട്രീവൺ ഓൾ അറൗണ്ട്. എൻ്റെ ചുറ്റും വിതറിക്കിടക്കുകയാണ്. അതായത് ആ പൂക്കളെ അദ്ദേഹം പറയുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളെന്നാണ്. ഗ്ലാഡ്നെസ്സിനും ജോയ്ക്കും, ഈ രണ്ട് വാക്കിനും ഒരർത്ഥമാണുള്ളത്, സന്തോഷം. അപ്പോൾ ഒരേ അർത്ഥമുള്ള ആ രണ്ട് വാക്കുകൾ അവിടെ എഴുതിയത് കൊണ്ട് കവി അദ്ദേഹത്തിന് വന്ന ആ ഒരു സന്തോഷം എത്രത്തോളമാണ് എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. സ്ട്രീവൺ എന്ന് പറഞ്ഞാൽ വാരി വിതറുക, അതാണ് അതിൻ്റെ അർത്ഥം. ഈ പൂക്കൾ അദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ വാരി വിതറിയിരിക്കുന്നു. അതിൻ്റെ മണമേറ്റ് അദ്ദേഹം ഞെട്ടി. അദ്ദേഹം അത്രത്തോളം സന്തോഷവാനായി. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? അത്ഭുതത്തോടു കൂടിയും വിസ്മയത്തോടു കൂടിയും
അദ്ദേഹം ഒരു പാട്ട് പാടുകയാണ്. ഐ ഹാവ് പ്രിക്ഡ് മൈ ഇയേഴ്സ്, ഐ ഹാവ് ഓപ്പൺ മൈ ഐസ്. ഞാൻ എൻ്റെ കാതുകളെ കുത്തി തുറപ്പിച്ചു. അതായത് നമുക്ക് നമ്മുടെ കാതുകൾ കൊണ്ട് നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ശ്രദ്ധിക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ കവി പ്രിക്ഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കുത്തി തുറന്നു എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അത്രയ്ക്ക് കാതുകൾ കൂർപ്പിച്ച് എന്തൊരു ചെറിയ ശബ്ദവും കേൾക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യണം, അത്രയ്ക്ക് ശ്രദ്ധയോടിരിക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് ഓപ്പൺ മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകൾ മലർക്കെ തുറന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ണുകൾ കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളെ കാണാം. പക്ഷെ നമ്മുടെ കവി എന്ത് ചെയ്യണം, കണ്ണുകളെ മലർക്കെ തുറക്കുകയാണ്. അതായത് ഒരു കാഴ്ച പോലും തൻ്റെ കൺമുന്നിൽ നിന്നും പോകാൻ പാടില്ല എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് കവി എന്ത് ചെയ്യാണ്, മലർക്കെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. ഐ ഹാവ് ബെയർഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ്, ഞാൻ എൻ്റെ ഹൃദയത്തിനെ ഈ ലോകത്തിന് മുന്നിൽ ശൂന്യമായി വെച്ചു കൊടുത്തു. അതായത് ഞാൻ എൻ്റെ ഹൃദയത്തിനെ ശൂന്യമാക്കി. അദ്ദേഹത്തിന് അറിയാമെന്നുള്ള അറിവുകൾ, അദ്ദേഹം കണ്ട കാഴ്ചകൾ, കേട്ട കാര്യങ്ങൾ, ഇതിനെല്ലാം അദ്ദേഹം മറന്നു, അദ്ദേഹം ശൂന്യമാക്കി. അങ്ങനെ ശൂന്യമാക്കി അദ്ദേഹത്തിന്റെ മനസ്സ് എന്ത് ചെയ്തു, അദ്ദേഹം ഈ ലോകത്തിന് വേണ്ടി ഇങ്ങനെ തുറന്നു വെച്ചു കൊടുക്കുകയാണ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി നോൺ ഐ ഹാവ് സോൾഡ് ദി അൺനോൺ. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻ ദ മിഡിൽ ഓഫ്, നോൺ എന്ന് പറഞ്ഞാൽ അറിവ്, അതായത് അറിവിൻ്റെ കേന്ദ്രത്തിൽ. അതായത് ഞാൻ എല്ലാ അറിവുകളും നേടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഐ ഹാവ് സോട്ട് ദി അൺനോൺ, ഞാൻ അന്വേഷിച്ചു പോയി. സോട്ട് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. അപ്പോൾ ഞാൻ അന്വേഷിച്ചു പോയി, ഞാൻ അറിവില്ലായ്മ അല്ലെങ്കിൽ പുതിയ പുതിയ അറിവുകൾ അന്വേഷിച്ചു പോയി. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. എന്നിട്ട് അത്ഭുതത്തോടു കൂടിയും വിസ്മയത്തോടു കൂടിയും ഞാൻ എന്ത് ചെയ്യണം, ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ്. ഇങ്ങനെയാണ് രവീന്ദ്രനാഥ ടാഗോർ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. പ്രകൃതിയെ അടുത്ത് മനസ്സിലാക്കാൻ, പ്രകൃതിയുടെ വിസ്മയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കഥ പോലെയാണ് അദ്ദേഹം ഈ കവിത എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കവിതയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ കവിതയിൽ നമ്മൾ നോക്കിയാൽ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്ന് പറയുന്ന ഈ ഒരു വരി 4 സ്റ്റാൻസയിലും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് കാണാം, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഒരേ വരി ഒരു കവിതയിൽ തന്നെ പല പല സ്റ്റാൻസുകളിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ റിഫ്രൈൻ എന്ന് പറയും. എ റിഫ്രൈൻ ഈസ് എ ലൈൻ ഓർ ഫ്രേസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് വിത്തിൻ ദ ലൈൻസ് ഓർ സ്റ്റാൻസാസ്. ഏതെങ്കിലും ഒരു കവിതയിലെ ഏതെങ്കിലും ഒരു വരിയിൽ ഒരേ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരേ കവിതയിലെ എല്ലാ സ്റ്റാൻസകളിലും ഏതെങ്കിലും ഒരു വരി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലോ നമ്മൾ അതിനെ റിഫ്രൈൻ എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഒരു വരി ശ്രദ്ധിച്ചു നോക്കിയേ, വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്. ഇതിൽ വൈൽ, വാക്കിംഗ്, വുഡ്ലാൻഡ് എന്ന് പറയുന്ന ഈ 3 വാക്കുകളും തുടങ്ങിയിരിക്കുന്നത് വ എന്ന് പറയുന്ന ആ ഒരു ശബ്ദത്തിലാണ് അല്ലേ. അത് ഒരേ വരിയിൽ തന്നെ 3 വാക്കുകളും ഒരേ ശബ്ദത്തിൽ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരേ ശബ്ദങ്ങളുടെ പ്രത്യേകത എന്താ, ഇതെല്ലാം ഇംഗ്ലീഷിലെ കൺസണന്റ് സൗണ്ട്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കവിതയിൽ ഏതെങ്കിലും ഒരു വരിയിൽ കൺസണന്റ് ശബ്ദങ്ങളുള്ള വാക്കുകൾ തുടക്കത്തിൽ കൺസണന്റ് ശബ്ദങ്ങളുള്ള വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ അലിട്രേഷൻ എന്ന് പറയും. ഈ റിഫ്രൈനും അലിട്രേഷൻ എന്നൊക്കെ പറയുന്നത് ഓരോ പോയറ്റിക് ഡിവൈസസ് ആണ്. അതായത് കവിതകൾ മനോഹരമാക്കാൻ വേണ്ടി കവികൾ ഉപയോഗിക്കുന്ന ചില ടെക്നിക്സ് ആണ് എന്തോന്ന് ഈ പറയുന്ന അലിട്രേഷൻ റിഫ്രൈനും എല്ലാം. അപ്പോൾ ഈ കവിതയിൽ എന്താ ഉള്ളത്, ഈ കവിതയിൽ റിഫ്രൈനും അലിട്രേഷനും ആണ് ഉള്ളത്. അപ്പോൾ ഈ കവിത എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എന്ത് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. ബൈ.